അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മക്കളെ, 9ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 5ാമത്തെ പാഠത്തിൻ്റെ ഖുറാസ അഹ്ഫു ശവാരിബ് വഅഹ്ഫുൽ ലിഹാ. മീശകൾ വെട്ടി വെടിപ്പാക്കുക, താടി വളർത്തുക. നുക്മിലു, വിട്ടത് പൂരിപ്പിക്കാം. ചുണ്ടിൻ്റെ ഡാഷ് രീതിയിൽ മീശ മുറിക്കൽ സുന്നത്താണ്, ചുവപ്പ് കാണുന്ന. 2. താടി വടിക്കൽ ഡാഷ് എന്ന് ധാരാളം പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്, ഹറാമാണ്. കുഞ്ഞ് ജനിച്ചാൽ ഡാഷ് മുടി കളയൽ സുന്നത്താണ്, 7ാം ദിവസം. 4. സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്ത രോമവും നഖവും ഡാഷ് നിർബന്ധമാണ്, അടക്കൽ മറവ് ചെയ്യൽ നിർബന്ധമാണ്. 5. വ്യാഴാഴ്ചയോ അടുത്ത ദിവസം രാവിലെയോ ഡാഷ് ആണ് സുന്നത്ത്, നഖം മുറിക്കൽ ആണ് സുന്നത്ത്. 6. സ്ത്രീകൾ പട്ടുവസ്ത്രം ധരിക്കൽ ഡാഷ് ആണ്, ജായിസ് ആണ്, അനുവദനീയമാണ്. 7. പുരുഷന്മാർ വലതു കയ്യിലെ ഡാഷിൽ വെള്ളി മോതിരം ധരിക്കൽ സുന്നത്താണ്, ചെറുവിരലിൽ. 8. സുഗന്ധങ്ങളിൽ ഏറ്റവും നല്ലത് ഡാഷ് ആണ്, കസ്തൂരിയാണ്. ഇനുബയ്യിനുൽ ഹുക്മ, വിധി വ്യക്താക്കാനാണ്. പല്ലുകൾ മിനുക്കി മൂർച്ചയാക്കൽ ഡാഷ് ഹറാം, ഡാഷൽ ഹറാം. നോമ്പുകാരൻ സുഗന്ധം പുരട്ടൽ കറാഹത്ത്. കണ്ണുകളിൽ സുറുമ ഇടൽ സുന്നത്ത്. ചികിത്സക്ക് വേണ്ടി സ്ത്രീകൾ മുടി കളയൽ ജായിസ്. പുരുഷന്മാർ നീക്കം ചെയ്ത ഗുഹ്യരോമം അടക്കം ചെയ്യൽ നിർബന്ധം. തഖ്സീസാണ്. ഈ പാഠത്തിൽ നിന്ന് 6 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എഴുതുക. 1. നഖം മുറിക്കുന്നതിൻ്റെ സുന്നത്തായ രൂപം. വലതു കൈയിലെ ചൂണ്ടുവിരലിൽ നിന്നും തുടങ്ങി ചെറുവിരൽ വരെയും പിന്നീട് തള്ളവിരലും അതിനുശേഷം ഇടതു കൈയിലെ ചെറുവിരൽ മുതൽ തള്ളവിരൽ വരെയും. ചോദ്യം 1. ഇനി 2ാം ചോദ്യം. 6 ചോദ്യം ഉണ്ടാക്കാണ്ട്. 2ാമത്തെ ചോദ്യം, താടി വടിക്കുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ്, ധാരാളം പണ്ഡിതർ ഹറാമാണെന്നും പറഞ്ഞിട്ടുണ്ട്. 3. പട്ടുവസ്ത്രം ധരിക്കൽ ഹറാമാണ്, ആർക്കെല്ലാം? പുരുഷന്മാർക്കും ഹുൻസകൾക്കും. 4. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയും നഖം മുറിക്കുന്നതിൻ്റെ വിധി എന്ത്? സുന്നത്ത്. 5. ചികിത്സക്കും ഫാസിഖിൻ്റെ ശല്യം ഇല്ലാതിരിക്കാനും സ്ത്രീകളും ഹുൻസകളും മുടി കളയുന്നതിൻ്റെ വിധി. ഇവിടെ ഹുൻസ നാട്ടോ, ഹുൻസകളും മുടി കളയുന്നതിൻ്റെ വിധി ജായിസ്. 6. സുഗന്ധം പുരട്ടുന്നതിൻ്റെ വിധി. സുഗന്ധം പുരട്ടുന്നതിൻ്റെ വിധി സുന്നത്ത്. ഇനി ഒരു പ്രസംഗം തയ്യാറാണ്. ഇസ്ലാം വൃത്തിയുടെ മതം എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. ഇതൊക്കെ ഉണ്ടാക്കണതൊക്കെ ഇങ്ങനെ കോപ്പി അടിക്കല്ലേ വേണ്ടത്, കുറേ നമ്മൾ സ്വന്തം നിൽക്കണം കേട്ടോ. ഇതൊരു സൗകര്യം മാത്രം. അസ്സലാമു അലൈക്കും. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുന്നത് ഇസ്ലാം വൃത്തിയുടെ മതം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇസ്ലാം വൃത്തിക്ക് വളരെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. വൃത്തി ഈമാനിൻ്റെ പകുതിയാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈ ശരീരത്തിൻ്റെ ശുചിത്വവും മാത്രമല്ല, മനസ്സിൻ്റെയും ചിന്തകളുടെയും ചുറ്റുപാടുകളുടെയും വൃത്തി ഉൾക്കൊള്ളുന്നു. ദിവസേനയുള്ള 5 നേരത്തെ നമസ്കാരത്തിനായി തയ്യാറാകുമ്പോൾ അംഗശുദ്ധി വരുത്തുന്നത് ശരീരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ വൃത്തിയാക്കാൻ സഹായിക്കുന്നു. അതുപോലെ വെള്ളിയാഴ്ചകളിലും പെരുന്നാൾക്കും കുളിക്കുന്നതും വസ്ത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതും പരിസരം മാലിന്യമുക്തമായി
ആക്കുന്നതും ഇസ്ലാമിക ജീവിത രീതിയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. വൃത്തിയുള്ള ജീവിതം ആരോഗ്യം സമാധാനവും നൽകുന്നു. ചുറ്റുമുള്ളവരെ കൂടി ചേർത്തു പിടിച്ചുകൊണ്ട് ശുചിത്വമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഇസ്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പടച്ച റബ്ബേ, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ നല്ല ഓർമ്മയും ബുദ്ധിയും തരണേ അല്ലാഹ്. നല്ലവരാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കുള്ള ഉമ്മമാർ, ഉപ്പമാർ, ഉസ്താദുമാർ, മശായിഖുമാർ എല്ലാവർക്കും നീ നല്ല ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. സർവ്വപാപങ്ങളും പുറത്തു തരണേ അല്ലാഹ്. മൺമറഞ്ഞ രക്തബന്ധത്തിലും കെട്ടുബന്ധത്തിലും കൂട്ടുകാരും പലരുമുണ്ട്. അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിന്റെ പരിമണമുള്ള ഖബറാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.